അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, തൃശ്ശൂരിൽ നിന്നും മുന്തിയ സഖാക്കന്മാരുടെ അഴിമതി കഥകൾ ഡിഫിയിലെ കുട്ടി സഖാക്കന്മാർ വിളിച്ച് പറഞ്ഞതിൻ്റെ ശബ്ദരേഖ പുറത്തു വന്ന ദിവസം എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ഈ ഭണ്ഡാരം വിഴുങ്ങികൾക്ക് കൈയിട്ട് വാരാനും കോടികൾ കമഴ്ത്താനും ഊരാളുങ്കൽ വഴി ശതകോടികൾ കമ്മീഷൻ അടിക്കാനും അയ്യപ്പൻ്റെ അക്കൗണ്ടിൽ ഒരേർപ്പാട് എന്നതിനപ്പുറത്ത് ശബരിമലയെ വികസിപ്പിക്കാനുള്ള ഒരു തരി ആത്മാർത്ഥത ഈ സംഗമത്തിൻ്റെ സംഘാടകർക്കുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞോട്ടെ. ഈ വിഷയം സംസാരിക്കുമ്പോൾ 3 തലത്തിൽ ഇതിനെ ചർച്ച ചെയ്യണം. 1 ഇതിൻ്റെ രാഷ്ട്രീയം, 2 ഇതിൻ്റെ ധാർമ്മികത, 3 ഇതിൻ്റെ ആധ്യാത്മികത. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പനും ഇല്ല, വാവരും ഇല്ല, മാളിയപ്പുറത്തമ്മയും ഇല്ല, സുബ്രഹ്മണ്യനും ഇല്ല, ശിവനും ഇല്ല, പാർവതി ഇല്ല, ഗണപതി ഇല്ല. ഒരു ദൈവങ്ങളും അവർക്കൊന്നുമല്ല. അവരെ സംബന്ധിച്ച് ഇത് വിശ്വാസവുമല്ല, വിശ്വാസത്തോട് ബഹുമാനവുമില്ല, ആചാരവുമില്ല. എന്തിന് കൈവെള്ളയിലെ തീർത്ഥം കൊടുത്ത സമയത്ത് അത് താഴത്തേക്കിട്ട് വലിച്ചെറിഞ്ഞവരല്ലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും ദേവസ്വം മന്ത്രിമാരും? അനിൽ നമ്പ്യാർക്കത് അറിയാത്ത കാര്യമാണോ? ഇന്ന് തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് അറിയാലോ, DYFIയുടെ ജില്ലാ സെക്രട്ടറി തന്നെ ഇവരുടെ ഡീലർമാർ എന്നാണ് വിളിച്ചത്. സഖാക്കന്മാരല്ലവർ, ഡീലർമാർ. 1 രൂപ പോലും ഇല്ലാതെ മുണ്ട് മടക്കി കുത്തി ഭക്ഷണത്തിന് പോലും വകയില്ലാതെ പാർട്ടിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിപ്പെട്ട ഇവർ കോടിക്കണക്കിന് രൂപയുടെ ഡീൽ നടത്തുന്നു. അപ്പർ ഹാൻഡ് ടീമുകളുമായി മാത്രം ഡീൽ നടത്തുന്ന ആളുകളായി മാറുന്നു. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിനകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഹകരണ സ്ഥാപനങ്ങളുടെ സകലവിധ സൂത്രപ്പണികളുടെ പുറകിൽ ചുക്കാൻ പിടിക്കുന്ന വ്യക്തികളാണ് ഇത്യാദി വർഗ്ഗങ്ങളെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓരോ തവണയും യാത്രകളും പ്രചരണങ്ങളും സമരമുഖങ്ങളും തുറന്ന സമയത്ത് BJPയോട് ഇവർ പറഞ്ഞത് രാഷ്ട്രീയപരമായി ഞങ്ങളെ പീഡിപ്പിക്കുന്നുവെന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി പ്രസംഗിച്ച തമ്പുരാക്കന്മാരെക്കുറിച്ച് BJPയോ കോൺഗ്രസോ അല്ല പരാതി പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ DYFIയുടെ ജില്ലയുടെ സെക്രട്ടറി അത് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ജില്ലാ സെക്രട്ടറി ഓൻ്റെ ശബ്ദം തന്നെയാണ്, അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പം നിങ്ങളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക. കരുവന്നൂരടക്കം, ഹോസ്പിറ്റലടക്കം, അങ്ങനെ കുട്ടല്ലൂരടക്കമുള്ള ബാങ്കുകളിൽ 7ഓളം ബാങ്കിൻ്റെ കഥ ഇവിടെ പറഞ്ഞിരിക്കുന്നു. എത്ര ഇനി പുറത്തു വരാനുണ്ട്. അപ്പം ഇവരിലേക്ക് ചെന്ന പോലീസും ഇവരിലേക്ക് ചെന്ന EDയും ഇവരിലേക്ക് ചെന്ന ചോദ്യങ്ങളും ഇവരോട് ജനങ്ങൾ ചോദിച്ച വിഷയങ്ങളും BJP ഉന്നയിച്ച വിഷയവും BJP നടത്തിയ സമരവും BJP നടത്തിയ ജാഥയും BJP നടത്തിയ യാത്രയും സുരേഷ് ഗോപി കൃത്യമായി കൈകാര്യം ചെയ്ത വിഷയവും ഒപ്പം തന്നെ ബഹുമാനനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബഹുമാനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജി കൃത്യമായി ഇവിടെ വന്ന് സഹകരണ മേഖലകളിലെ കരുവന്നൂരിലെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞതും യാഥാർത്ഥ്യമാണ് എന്നും രാഷ്ട്രീയമല്ലെന്നും പൊതുസമൂഹത്തിന് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ DYFIയുടെ ജില്ലാ നേതാവ് തന്നെ കൃത്യമായി പറഞ്ഞില്ലേ, 1ാമൻ ജില്ലയിലെ DYFIയുടെ അല്ലേ? അപ്പൊ ഇത് തന്നെയാണ് ശബരിമല വിഷയത്തിലും ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയപ്പെടുന്നത്. എന്താണ് ശബരിമല വിഷയത്തിലെ രാഷ്ട്രീയം? കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. ശബരിമല വിഷയത്തിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ സ്ത്രീകളെ കയറ്റുന്നതുമായി, യുവതികളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനവും സർക്കാരും പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും അടക്കമുള്ള ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും അന്നത്തെ തീരുമാനമെടുത്തത് എന്തായിരുന്നു? യുവതികളെ കയറ്റും. 1 അല്ല 2 അല്ല 3 അല്ല കയറ്റും. ആചാര ലംഘനമാണെന്ന് പറഞ്ഞ് തന്ത്രിമാരോ നമ്പൂരിയാക്കളോ മേൽശാന്തികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാം, ഒരു വിരോധമില്ലെന്നാണ് അവരുടെ നിലപാടായിരുന്നത്. അയ്യപ്പനോട്, ശബരിമല അയ്യപ്പനോട്, സ്വാമിയോട് വിശ്വാസമുണ്ടോ ഇടതുപക്ഷത്തിന്? നമ്പർ 1 അവർ ഉത്തരം പറയണം. നമ്പർ 2, ശരണം വിളിയെ കൃത്യമായി ശരണം വിളിയെ ബഹുമാനത്തോടു കൂടി കാണാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നമ്പർ 3, ശ്രീലകത്തിലിരിക്കുന്ന അയ്യപ്പൻ എന്ന് പറയപ്പെടുന്ന വിഗ്രഹത്തിന് ചൈതന്യമുണ്ടെന്നും പൂജാവിധികൾ യഥാവിധിയാണെന്നും പൂജാവിധികൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യവും അംഗീകാരവും ഇവർ കൊടുക്കുമോ? നമ്പർ 4, ശബരിമലയിലേക്ക് കൃത്യമായി വ്രതമെടുത്ത് മാലയിട്ട് ഭഗവാനെ കാണാൻ വരുന്ന അയ്യപ്പ ഭക്തർക്ക് മലമൂത്ര വിസർജനം അടക്കമുള്ള യാത്രാ സൗകര്യം അടക്കമുള്ള നടന്നു കയറാനുള്ള സൗകര്യങ്ങൾ അടക്കമുള്ള ടിക്കറ്റിംഗ് അടക്കം സ്പോട്ട് ബുക്കിംഗ് അടക്കം കൃത്യമായി തൊഴുത് തിരിച്ചിറങ്ങി പോകാനുള്ള സാഹചര്യം അടക്കം ഒരുക്കി കൊടുക്കുന്നതിൽ 9.5 വർഷവും പരാജിതമായി തൊപ്പിയിട്ട് പോയ ദേവസ്വം മന്ത്രിമാർ തെറ്റായിരുന്നു ചെയ്തതെന്നും വിശ്വാസികളെ കൃത്യമായി കൈകാര്യം ചെയ്തതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും അംഗീകരിക്കാൻ ഇവർ തയ്യാറാകുമോ?
ഈ കേരളത്തിനകത്തെ സകലവിധ ക്ഷേത്രങ്ങളും കൈയടക്കാനുള്ള ഒരു ശ്രമം വർഷങ്ങളായി തുടങ്ങിയിട്ടുണ്ട് അനിൽ നമ്പ്യാർ. ഏരിയ സെക്രട്ടറിമാർ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, ലോക്കൽ സെക്രട്ടറിമാർ, ബ്രാഞ്ച് ഏരിയ ലോക്കൽ തലത്തിലുള്ള നേതാക്കന്മാരെ വിവിധ നാട്ടുക്ഷേത്രങ്ങളുടെ ഭാരവാഹികളാക്കി കൺവെർട്ട് ചെയ്തുകൊണ്ട് അതിലൂടെ ക്ഷേത്ര വിശ്വാസികളെയും ക്ഷേത്ര ഭണ്ഡാരത്തെയും ക്ഷേത്ര വരവിനെയും അവനവന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രകടിപ്പിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും വേണ്ടിയുള്ള ശൈലി തുടങ്ങിയിട്ട് 1-2 വർഷമല്ല, നിരവധി വർഷമായി. ഒപ്പം തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അംഗീകരിക്കുന്നതിന് വേണ്ടി ഇവർ എന്ത് ചെയ്യും? ഗണപതി ഹവനം ശരിയല്ല, സസ്പെൻഡ് ചെയ്യും പ്രവർത്തകരെ. ഗണപതി മിത്താണ്, ഒരുത്തൻ അവിടെ ഇരുന്ന് പുലമ്പും. ഒപ്പം തന്നെ ഇപ്പുറത്ത് ഭഗവാനെതിരെ ഇവർ സമരം നടത്തും. അതിനുവേണ്ടി നാമജപ ഘോഷയാത്രയായി ഇറങ്ങിയ അമ്മമാരവർ ലാത്തിക്കൊണ്ടടിക്കും. അതിനുവേണ്ടി ഇറങ്ങിയിട്ടുള്ള ശബരിമല യഥാർത്ഥ ഭക്തന്മാരെ അവർ അടിച്ചോടിക്കും, കല്ലെറിയും. ഇവർ അതിനുവേണ്ടി ജാഥ പോലെ കണ്ടു. എന്തിനെ? ഭക്തജനങ്ങളുടെ നാമജപ ഘോഷയാത്രയെ ജാഥയാക്കി കണ്ട് ഇവർ അതിലേക്ക് കല്ലെറിഞ്ഞു, ഒരാൾ മരിക്കാനിടയായി. അങ്ങനെ എത്രയെത്ര അപഹാസ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ശബരിമല ക്ഷേത്ര യഥാർത്ഥ വിശ്വാസികളോട് ഇവർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനെ ഇവർക്ക് തെറ്റായിരുന്നു എന്ന് പറയാൻ സാധിക്കുമോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയത്തിനകത്ത് ശബരിമലയുടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനോ ശബരിമലയുടെ വികസനം ചർച്ച ചെയ്യാനോ എല്ലാ അവകാശവും അവർക്കുണ്ട്. അവർക്കൊരു സംഗമം നടത്താനുള്ള അവകാശമുണ്ട്. പക്ഷെ ഗവൺമെന്റിന്, സർക്കാരിനെ, ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയപ്പെടുന്ന MP ഗോവിന്ദനെ, സംസ്ഥാന സെക്രട്ടറി CPIM, എന്ത് റൈറ്റ് ആണുള്ളത് ഇതിനകത്ത് ഇടപെടാൻ? അവരുടെ നിലപാട് ക്ഷേത്രത്തെയും ക്ഷേത്രവിശ്വാസത്തെയും ക്ഷേത്രാചാരത്തെയും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരുടെയും അംഗീകരിക്കുന്ന നിലപാടുകളായിരുന്നു. ആ നിലപാടിൽ നിന്ന് ഇവർ മാറ്റം വരുത്തിയോ? അപ്പൊ ഇതിനകത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങൾ ക്ഷേത്രവിശ്വാസികളുടെ, ആചാരവിശ്വാസികളുടെ, ഭഗവാന്റെ ഭക്തരുടെ വോട്ട് ഇവരെവിടെ വിശ്വാസികൾക്കൊപ്പം ശബരിമല അയ്യപ്പൻ മാളികപ്പുറത്തമ്മയുടെ അടുത്ത വനിതകൾ, യുവതികൾ കയറിയതിനു ശേഷം, സ്ത്രീകൾ കയറിയതിനു ശേഷം ശബരിമല അയ്യപ്പനെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പറഞ്ഞതാണോ യാഥാർത്ഥ്യം? നിങ്ങൾ പറയണം. വിശ്വാസികളെ കുറിച്ച് അനാവശ്യം പറഞ്ഞ ശ്രീമതി പറഞ്ഞതാണോ സത്യം? വിശ്വാസികളെ കുറിച്ച്, നമ്പൂരിയാക്കളെ കുറിച്ച്, അല്ലെങ്കിൽ പൂജാരികളെ കുറിച്ച് അനാവശ്യം പറഞ്ഞ G. സുധാകരൻ പറഞ്ഞത് ഇവർ തിരുത്തോ? ഇവരെയൊക്കെ തിരുത്താനുള്ള മാന്യത ഇവർ കാണിക്കണ്ടേ? ഇവർ കോടതിയിൽ കൃത്യമായി കൈകാര്യം ചെയ്തു കൊടുക്കണ്ടേ? കോടതി തന്നെ BJPയും മറ്റു സംഘടനകളൊക്കെ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായി പറഞ്ഞില്ലേ? അങ്ങനെ ശബരിമല വിഷയത്തിന്റെ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ചർച്ച ചെയ്തതെന്ന് തട്ടിപ്പും വേട്ടിപ്പും നുണയും പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സർക്കാരും ദേവസ്വം ബോർഡിനോട് ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ കേരളത്തിൽ കാലം ഇത്രയായി പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഇവിടെ ക്ഷേത്രവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ മറ്റു കാര്യങ്ങളും ഒരു വികസനം വേണ്ടി വരികയാണ് എങ്കിൽ പന്തല് കെട്ടി പൊതുസമ്മേളനം വിളിച്ച് ചർച്ച ചെയ്തിട്ടാണോ, അങ്ങനെ മൈക്ക് പ്രസംഗിച്ചിട്ടാണോ ഇവിടെ വികസനം നടത്താറ്? എന്തുകൊണ്ട് നിങ്ങൾ 2015-16 കാലഘട്ടത്തിൽ 53 കോടി രൂപ ലാപ്സാക്കി കളഞ്ഞു? ദേവസ്വം ബോർഡ് മന്ത്രിയോട് ചോദിക്കാനുള്ള നട്ടലുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്? എന്തുകൊണ്ട് അതിനുശേഷം വന്ന 20 കോടി രൂപ, അതിനുശേഷം വന്ന 33 കോടി രൂപ, ഇത്ര കോടി രൂപകളൊക്കെ ഈ തിരുവിതാംകൂർ ദേവസ്വവും കൃത്യമായി അറിഞ്ഞ്, സർക്കാരും അറിഞ്ഞ് ഈ ശബരിമലയുടെ വികസനത്തിന് പോയി കൈകാര്യം ചെയ്ത പൈസ ലാപ്സാക്കി കളഞ്ഞ സർക്കാർ ഇനിയിപ്പോ വികസനത്തിന് വേണ്ടി പൊതുസമ്മേളനം വിളിച്ച് മൈക്ക് വെച്ച് പന്തല് കെട്ടി കസാര വാടകയ്ക്ക് എടുത്ത ആൾക്കാരെ ഇരുത്തിയിട്ട് ഈ ടോയ്ലറ്റ് വെച്ചിട്ട് അതിന് കൃത്യമായ ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇവർ പരിപാടി നടത്തുന്നത് 3000 പേരെ ഇവർ സെലക്ട് ചെയ്തു. ഫ്രം വേർ? ഇവരുടെ ക്രൈറ്റീരിയ എന്താ? ചൂസ് ആൻഡ് പിക്ക് എന്ന് പറയലോ ഭക്തരിൽ നിന്ന്. ആ ഭക്തരിൽ നിന്ന് 3000 പേരെ സെലക്ട് ചെയ്തിട്ടുള്ള ക്രൈറ്റീരിയ എന്താ? ലക്ഷോപലക്ഷം ജനങ്ങൾ കൃത്യമായി ഇരുമുടിക്കെട്ടേന്തി ശബരിമലയിലേക്ക് വ്രതമെടുത്ത് അയ്യപ്പനെ കാണാൻ ശരണം വിളിച്ച്, സ്വാമിയേ ശരണം അയ്യപ്പ എന്ന് കൃത്യമായി വിളിച്ച് ശബരിമലയിൽ കയറി 18 പടികൾ കയറി അയ്യപ്പനെ കാണുന്ന ഭക്തരിൽ നിന്ന് 3000 കച്ചവടക്കാരെ തെരഞ്ഞെടുത്തതിന്റെ ക്രൈറ്റീരിയ എന്താ? ആ ദേവസ്വം ബോർഡ് പറയണ്ടേ? അതിലാ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് അയ്യപ്പന്റെ പേരും പറഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സൂത്രപ്പണി നടത്താൻ സാധിക്കുമോ എന്ന് ഇടതുപക്ഷം കരുത്. എവിടെന്നാ കണ്ടത്? ഇവരാ തമിഴ്നാട് സ്നേഹം ഉണ്ടല്ലോ കുറച്ചു കാലമായിട്ട്. എന്നാൽ തമിഴ്നാട് സ്നേഹം ഉണ്ടായോണ്ടൊന്നും കുഴപ്പമില്ല. അവിടുത്തെ വെള്ളം കൃത്യമായിട്ട് ആ പാലക്കാട് പ്രദേശം ദുരിതം അനുഭവിക്കുന്ന സമയത്ത് ഒന്നും ഇറക്കി വിടണമെന്ന് സ്റ്റാലിനോട് പറയാനുള്ള ആംബിയർ ഇല്ലാട്ടാ. ഡാമിന്റെ പ്രയാസം വരുമ്പോൾ അതൊന്ന് പരിഹരിക്കും സ്റ്റാലിനെ എന്ന് പറയാനുള്ള ആംബിയർ ഇല്ലാട്ടാ. പക്ഷെ സ്നേഹം ഗംഭീരാണ്. സനാതന ധർമ്മത്തെക്കുറിച്ച് ഡെങ്കിയും മലേറിയുമാണെന്ന് പറഞ്ഞതോട് കൂടിയിട്ട് സ്റ്റാലിന്റെ വീട്ടിലെ കിടപ്പും ഈരിപ്പും ഊണലും തീറ്റയും ഒക്കെ അവിടെ ആയാലും കുഴപ്പമില്ല എന്ന് വിരോധമുള്ള ആളുകളാണ്. ഞാൻ ചോദിച്ചോട്ടെ, ആ തമിഴ്നാട് സ്നേഹം ഇവരങ്ങോട്ട് മൂത്തപ്പോൾ ഇവരവിടേക്ക് നോക്കിയിരുന്നപ്പോൾ അവിടെ ഒരു മുരുക സമ്മേളനം നടന്നു.
മുരുക ഭക്ത സമ്മേളനം അവിടെ നടന്നു. അപ്പൊ ദേ സെക്രട്ടേറിയറ്റ് പോളിറ്റ് ബ്യൂറോ, ഇവരുടെ പോളിറ്റ് ബ്യൂറോ ഉണ്ടല്ലോ, 4, 3, 7 പേരെ കേരളത്തിൽ തന്നെ കൂട്ടിയിട്ടുള്ള പോളിറ്റ് ബ്യൂറോ. ആ പോളിറ്റ് ബ്യൂറോയിൽ ഇവർ തീരുമാനം എടുത്തു, എന്താ, തിരുവിതാംകൂർ ദേവസ്വത്തിനെ ഷെയ്ഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഭക്തരെ ചതിച്ചു കളയാം, പറ്റിച്ചു കളയാം, വഞ്ചിച്ചു കളയാം, അതിലൂടെ ഹിന്ദു വിഭാഗത്തിന്റെ വിശ്വാസികളുടെ കൃത്യമായ വോട്ട് മേടിക്കാം. അതിന് വേറെന്താ ചെയ്യണ്ടേ? ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് നാളികേരടണയാതി മതേതരത്വം 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 എന്നങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ജനാധിപത്യ ബോധം എന്നങ്ങിട്ട് കൊടുക്കാം. അതൊന്നും വിജയിച്ചില്ല എങ്കിൽ സർവമത സമഭാവന എന്നൊരു പദം കൂടി വിട്ടുകൊടുക്കാം എന്നിവർ പറഞ്ഞു. എന്നിട്ട് ഈ പുട്ടിന് പീരയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് രാഷ്ട്രീയപരമായി ഹിന്ദു വിഭാഗത്തിന്റെ വോട്ടുകൾ, വിശ്വാസികളുടെ വോട്ടുകൾ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ അജണ്ട ഇടതുപക്ഷ ലൈനിൽ ഉള്ളത് കൊണ്ടാണ് അതിനെ ഞങ്ങൾ എതിർത്തത്. ഇതിന്റെ പിന്നിൽ പൊളിറ്റിക്സ് ആണ്, വിശ്വാസികളോട് സ്നേഹമല്ല. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ്, ആചാരങ്ങളോട് ബഹുമാനമല്ല. ഇതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ 4200ഓളം പേരെ അറസ്റ്റ് ചെയ്യുകയും 2000 ചില്ലറ കേസുകൾ എടുത്ത് പീഡിപ്പിക്കപ്പെട്ട ആളുകളോട് സർവ സമർപ്പണത്തോടുകൂടി മാപ്പ് പറയാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് മന്ത്രിയും മുഖ്യമന്ത്രിയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കാണിക്കണ്ടേ? അത് കാണിക്കാതെ ഭക്തസംഗമം നടത്തുന്നു. അവിടെയാണ് രാഷ്ട്രീയം. രണ്ടിതിന് ധാർമ്മികത. എവിടെ അവർക്ക് ധാർമ്മികത? ഇവരുടെ ജയിലും മുഴുവൻ BJP പ്രവർത്തകരുടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ശബരിമല വിശ്വാസികളുടെയും അമ്മമാരുടെയും ഒക്കെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയില്ലേ? ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ? ഇവരൊക്കെ കേസെടുത്തില്ലേ? ഇവരങ്ങനെ അടിച്ചൊതുക്കിയില്ലേ തെരുവിലിട്ടിട്ട്? എന്തിനായിരുന്നു? സ്വാമിയെ വിളിച്ചതിനാ? സ്വാമിയെ ശരണയ്യപ്പ എന്ന് വിളിച്ചതിനാ? സ്വാമി ശരണം അയ്യപ്പ ശരണം എന്ന് വിളിച്ചതിനോ? തല്ലിച്ചതച്ചില്ല നിങ്ങളെ പോലീസുകാരെ? നിങ്ങൾ പുറത്താക്കിയോ അവരെ? സസ്പെൻഡ് ചെയ്തോ അവര്? പിന്നെ എന്ത് ധാർമ്മികത വെച്ചാൽ നിങ്ങൾ വരണേ? ആധ്യാത്മികത എന്താ? ഒരാളെ എറിഞ്ഞു പോകുന്നില്ലേ പന്തളത്ത് ചന്ദ്രൻ ഉണ്ണിത്താനെ? CPM ഓഫീസിന്റെ മുകളിൽ നിന്നല്ലേ? അമ്പലങ്ങളെ, ദൈവങ്ങളെ, വിശ്വാസങ്ങളെ, പൂജകളെ, പൂജാവിധികളെ നിങ്ങൾ അംഗീകരിക്കും? അതുപോലെ പറഞ്ഞേ, ഘോഷയാത്ര, ഭക്തജന ഘോഷയാത്ര നടക്കുന്ന സമയത്ത് ജാഥയാണെന്ന് വരുത്തി തീർത്ത് അതിനോട് ഇവർ ക്രൂരത കാണിച്ചു. ഇവർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്താ നവോത്ഥാന മതിൽ കെട്ടിയില്ലേ? മതിൽ പൊളിഞ്ഞു. പക്ഷേ എന്തിനായിരുന്നു കെട്ടിയത്? അയ്യപ്പ സ്വാമിക്കെതിരെ, ശബരിമലക്കെതിരെ, ഇരുമുടിക്കെട്ട് എന്ന ഭക്തർക്കെതിരെ ഇവർ ചങ്ങല കെട്ടിയവരല്ലേ? ആ ചങ്ങല കെട്ടിയവർക്ക് എന്ത് ധാർമ്മികമായ വാല്യൂ ഉണ്ട്? എന്ത് ആധ്യാത്മികമായ പിന്തുണയുണ്ട്? അവർക്ക് രാഷ്ട്രീയം മാത്രമുള്ളൂ. ഇനി അടുത്ത പണി എന്താ അറിയോ? ഇവരുടെ ന്യൂനപക്ഷ സംഗമം. ഏത്? കേരളത്തില് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, എല്ലാവരും ഒന്നാകണം എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാർ ഇനി ന്യൂനപക്ഷങ്ങളെ സമ്മേളനം നടത്താൻ പോവുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നാണമാവില്ല. 10 വോട്ടിന് വേണ്ടി ജനങ്ങളെ തമ്മി തല്ലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ച് നിങ്ങൾ നടത്തുന്ന ഈ രാഷ്ട്രീയ കുപ്രചരണങ്ങളെയും രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഈ ചൂഷണത്തെയും BJP ചോദ്യം ചെയ്തിട്ടുണ്ട്. കോടതിക്കും പല സംശയങ്ങൾ അതിനകത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ കൃത്യമായി ചോദ്യം ചെയ്തേ. പുണ്യപൂങ്കാവനമായിട്ടുള്ള ശബരിമലയിലെയും ആ ശബരിമലയിലെ ഏറ്റവും വേലിയൂടായിട്ടുള്ള പമ്പാ ഗണപതി ക്ഷേത്രത്തെയും പമ്പാ വാലിയെയും പമ്പാ നദിയെയും സംരക്ഷിക്കണം. അത് ദൈവികമായ കാര്യത്തിന് മാത്രം. അവിടെ പന്തല് കെട്ടി ഇവർ ഈ നടത്തുന്ന പരിപാടികൾ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ താല്പര്യത്തിന്, കച്ചവട താല്പര്യത്തിന്. ഞാൻ ചോദിച്ചോട്ടെ, അന്നദാനം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മഹാഭഗവാനായിട്ടുള്ള അയ്യപ്പ സ്വാമിയിലെ ഇവരുടെ അയ്യപ്പ സേവാ സംഘത്തെ അതിൽ നിന്ന് പിന്മാറ്റാൻ പോലും, നിരോധിക്കാൻ പോലും തയ്യാറായി തീരുമാനമെടുത്തു ഈ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്തിനായിരുന്നു അത്? അവിടെ സന്നദ്ധ സേവനം ചെയ്യുന്ന പ്രവർത്തകരെ പരിപൂർണമായി മാറ്റി കച്ചവടക്കാർക്ക് കൊടുത്തു. വിശ്വാസികളല്ലാത്ത, ഈ വിശ്വാസവുമായി പുലബന്ധമില്ലാത്ത വിഭാഗത്തിന് വേണ്ടി നിങ്ങൾ കൊടുത്തു. നാട്ടിലുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെക്കണോ ന്യൂനപക്ഷത്തിന്റെ പരിപാടി, ന്യൂനപക്ഷത്തിന്റെ സമ്മേളനമല്ല വെക്കേണ്ടത്. ഒരു വിഭാഗത്തിന് ഇന്നും ആരാധനാലയത്തിൽ കയറാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത കേരളത്തിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ വിഭാഗത്തിന്റെ, ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വനിതകളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാട്ടിലുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി MP ഗോവിന്ദൻ നെഞ്ചു വിരിച്ച് പറയട്ടെ, ഞങ്ങൾ മുസ്ലിം വനിതകളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ നടത്തും ഒരു സംഗമം. പറയാൻ പറ്റുമോ അവർക്ക്? മൂട്ടുപറക്കിയവർ ഇവർ പറയില്ല. ന്യൂനപക്ഷത്തിന്റെ വോട്ട് വേണം, ഒരു വിഭാഗത്തിന്റെ വോട്ട് വേണം. നമുക്ക് അതിനകത്തൊരു വിരോധമില്ല കേട്ടോ. അവരുടെ വിശ്വാസം അവർക്ക്, ഞങ്ങളുടെ ഒരു പരാതിയും BJPക്ക് അതിനകത്തില്ല. പക്ഷേ ഒരു വിശ്വാസത്തിന്റെ മേത്ത് മാത്രം കയറിയിരുന്ന് ചണ്ട നിറങ്ങാമെന്ന് കരുതിയാൽ അത് നടക്കില്ല. ആ രാഷ്ട്രീയം ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അയ്യപ്പ സംഗമം അയ്യപ്പന്മാരെ വെച്ച് നടത്തണം. അയ്യപ്പ സംഗമം കച്ചവടക്കാരെ വെച്ച് നടത്തിയാൽ, അവർക്ക് ഭാവിയിൽ കച്ചവടം വർദ്ധിപ്പിക്കാനുള്ള സൂത്രപ്പണിക്ക് വേണ്ടി നടത്തിയാൽ കൃത്യമായി ജനങ്ങളോട് ഞങ്ങൾ സംവദിക്കും, ഭക്തരോട് ഞങ്ങൾ സംവദിക്കും. തെരഞ്ഞെടുപ്പ് വരട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ തട്ടിപ്പിനൊക്കെ ജനങ്ങൾ കൃത്യമായി വിരൽ കൊണ്ട് മറുപടി പറയും.